നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യക്ക് ലഭിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം തട്ടിയെടുത്തെന്ന് സ്ഥിരീകരിച്ചുവെന്ന റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. സ്വത്ത് സമ്പാദനമായിരുന്നു ലക്ഷ്യം. സ്വർണ്ണപ്പാളിയിൽ നിന്നും തട്ടിയെടുത്തത് 2 കിലോയിലധികം സ്വർണമാണ്. സാമ്പത്തിക ലാഭത്തിനായി ദ്വാരപാലക പാളികൾ പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കുകയും ആചാരലംഘനം നടത്തുകയും ചെയ്തു. ദുരുപയോഗം ചെയ്ത സ്വർണത്തിന് പകരം സ്വർണം പൂശാൻ സ്പോൺസർമാരെയും കണ്ടെത്തിയിരുന്നു. അവരിൽ നിന്നും വലിയ അളവിൽ സ്വർണം വാങ്ങി അത് ഉപയോഗിക്കാതെ കൈവശപ്പെടുത്തുകയും കേരളത്തിലും പല ക്ഷേത്രങ്ങളിലും വീടുകളിലും എത്തിച്ച് ഒരു സുരക്ഷിതവും ഇല്ലാതെ തന്നെ സ്വർണ്ണപ്പാളികളിൽ പൂജ നടത്തി അന്യായം ലാഭമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശരിയായി അന്വേഷിച്ചാൽ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും പ്രതിയാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. ദേവസ്വം ബോർഡ് മുഴുവൻ പ്രതികളാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രക്ഷിക്കാൻ ഉദ്യോഗസ്ഥ ശ്രമം നടത്തിയെന്നും അതുകൊണ്ടാണ് ചെമ്പ് പാളിയെന്ന് എഴുതി ചേർത്തതെന്നും അല്ലെങ്കിൽ എല്ലാവരും പെടുമെന്ന് അവർക്കറിയാമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അനിശ്ചിതകാലത്തേക്ക് അടച്ച കാലിക്കറ്റ് സർവകലാശാലയിലെ പഠന വകുപ്പുകളിലെ ക്ലാസുകൾ ഈ മാസം 21-ന് പുനരാരംഭിക്കും. കോളേജ് ഹോസ്റ്റലുകൾ 20-ന് തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് സർവകലാശാല അനിശ്ചിതകാലത്തേക്ക് അടച്ചിരുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുമാണ് നടപടിയെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ പി. രവീന്ദ്രൻ അറിയിച്ചിരുന്നു. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ മുതിർന്ന CPIM നേതാവ് EP ജയരാജൻ രംഗത്ത്. ബീഹാറിൽ തോറ്റ് തൊപ്പിയിട്ട് വരുമെന്ന് EP ജയരാജൻ പരിഹസിച്ചു. BJP വിരുദ്ധ പാർട്ടികളെ ഒന്നിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നില്ലെന്നും EP ജയരാജൻ വിമർശിച്ചു. ഇപ്പോഴും കോൺഗ്രസ് സീറ്റിനായി വിലപേശുകയാണെന്നും EP ജയരാജൻ ആരോപിച്ചു. ബസ്സിൽ പ്ലാസ്റ്റിക് കുപ്പി സൂക്ഷിച്ചതിന് ഡ്രൈവറെ സ്ഥലം മാറ്റിയതിൽ KSRTCക്ക് തിരിച്ചടി. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ഡ്രൈവർ ജെയ്മോൻ ജോസഫിനെ സ്ഥലം മാറ്റിയ നടപടിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. മതിയായ കാരണമില്ലാതെയാണ് സ്ഥലം മാറ്റം എന്ന് നിരീക്ഷിച്ചാണ് സിംഗിൾ ബെഞ്ചിന്റെ ഈ നടപടി. ശിക്ഷാ നടപടിയുടെ സ്വഭാവത്തിൽ വരുന്നതാണ് ഡ്രൈവറുടെ സ്ഥലം മാറ്റമെന്നും അമിതാധികാര പ്രയോഗമാണ് കോർപ്പറേഷന്റെ നടപടിയെന്നും കോടതി വിമർശിച്ചു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്.